രാവിലെ തന്നെ ചക്കിടുക എന്നുള്ളൊരു ദൗത്യമായിട്ട് ഋഷികേശി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഞാനും കൂടെ കൂടി. അതാ പ്ലാവിനോട് ചേർത്ത് വെച്ച് ഒരു കോണി ഒരു തോട്ടിയും സംഘടിപ്പിച്ചു. തടിയിലൂടെ കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം നിറയെ പുളി ഉറുമ്പാണ്. അപ്പോൾ തോട്ടിയുടെ സഹായത്തിൽ വലിച്ചിടാനുള്ള പരിപാടിയാണ്. പക്ഷേ ഒരു എയിം കിട്ടണമെന്നില്ല. എന്നിരുന്നാലും അവൻ്റെ ഫ്രീഡത്തിന് ഞാൻ വിട്ടുകൊടുത്തു. ചക്ക അവൻ പഴുത്തത് മാത്രമേ കഴിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവൻ വളരെ താല്പര്യമാണ്. അപ്പോൾ എയിം ഒന്നും കിട്ടില്ല. അതൊന്ന് ഇറങ്ങി ആ കോണി ഒന്ന് മാറ്റി വയ്ക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ ശരിക്കും എൻ്റെ ഞെട്ട് കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ വേറൊരു ഭാഗത്ത് വെച്ചിട്ട് വീണ്ടും ശ്രമം തുടരുകയാണ്. വീണ്ടും ശ്രമിച്ചു. അപ്പോൾ ഒരു കൂട്ടത്തോടെ ചക്ക താഴെ വീഴുന്നു കേട്ടോ. ഒരു ചക്കയായിട്ട് നമുക്ക് ഇടാനുള്ള ഒരു പരിപാടിയില്ല. അപ്പോൾ പല ചക്കയും പല തരത്തിലുള്ള, ഒരെണ്ണം പഴുപ്പാവാനായിട്ടുണ്ട്. ഞങ്ങൾ പുതിയത് വാങ്ങി വെച്ച പ്ലാവാണ്, വലിയൊരു പ്ലാവാണ്. 7 കൊല്ലത്തോളം ആയി. അപ്പോൾ ചക്ക ഒരു കൂട്ടത്തോടു കൂടി ഞങ്ങൾ വീഴുന്നു കേട്ടോ. അതിൽ നിന്ന് വലിയ ചക്ക ഞങ്ങൾ പഴുപ്പിക്കാനും ബാക്കിയുള്ള ചക്ക കറി വയ്ക്കാനും ഉപയോഗിച്ചു. അപ്പോൾ പരിപാടി വിജയിച്ച സന്തോഷത്തിലാണ് ഋഷികേശ്. വെക്കേഷൻ ഒരു വലിയൊരു കാര്യം ചെയ്ത തൃപ്തിയിലാണ്. താങ്ക് യു ടു എവരിബഡി. സജീസ് ഫ്ലവർ ടൈൽ. എൻജോയ്.